ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ SV ജയകുമാർ. കഴിഞ്ഞ 2-3 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയായിരിക്കുന്ന പ്രധാന വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തത തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഹാരിസിന്റെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ഡോക്ടർക്ക് അതൃപ്തി ഉണ്ടാകാം, അത് കേരളത്തെ താറടിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ ഒരു ഗവൺമെന്റ് സർവന്റ് നല്ല ആത്മാർത്ഥതയുള്ളയാണ്, അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്നയാണ്, അഴിമതി തീണ്ടാത്തിയാണ്. അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമായ ഒരു അതൃപ്തി ഉണ്ടായാൽ കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനടിയാകും. മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ അതിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ഹസൻ രംഗത്തെത്തി. പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ തൻ്റെ മനസ്സു വേദനിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ലക്ഷ്യം ശരിയായിരുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തി എന്ന് ഡോക്ടർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ പ്രതികരണത്തിന് വേണ്ടി രാഷ്ട്രീയമില്ല, പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് പാവപ്പെട്ട രോഗി നിന്ന് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും. അങ്ങനെ ആ ഒരു മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണത്. അപ്പോൾ അത് ലക്ഷ്യം ശരിയായിരുന്നു, പക്ഷേ മാർഗം അത്ര ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തി, കാര്യങ്ങൾ അതുകൊണ്ട് ഫലപ്രാപ്തിയിലെത്തി. നമ്മൾ ശസ്ത്രക്രിയ മുടങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ താമസം വരുമ്പോൾ രോഗിക്ക് അപായം സംഭവിക്കുന്നത് ആണല്ലോ കൂടുതൽ പ്രധാനം. അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കത് കൂടുതൽ വേദനാജനകമായിരുന്നേനെ. ഇതിനകത്ത് നമുക്കങ്ങനെ അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു. പക്ഷെ അത് പ്രതികരിച്ചതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് എത്തിയത്. ഇല്ലെങ്കിൽ അത് പ്രതികരിച്ചിരുന്നില്ലെങ്കിൽ അത് അങ്ങനെ എത്തില്ല. അത് പ്രതികരിക്കേണ്ടി വന്നതിൻ്റെ ആ സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വിശദാംശങ്ങൾ മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. മനീഷ്, ഇത് മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശനം, തൊട്ടു പിന്നാലെ ഡോക്ടറുടെ വിശദീകരണം, ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഡോക്ടർ എന്തായാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തൻ്റെ ലക്ഷ്യം ശരിയായിരുന്നു, അതിന് തിരഞ്ഞെടുത്ത മാർഗം ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കാം, എന്നാൽ ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനും വിമർശനത്തിനും ശേഷവുമുള്ള മറുപടി, അല്ലേ? അതെ വിജയകുമാർ, സംസ്ഥാനത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ഒരു വകുപ്പ് മേധാവി, യൂറോളജി വിഭാഗം മേധാവി തന്നെ ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം നടത്തിയത് ആരോഗ്യ കേരളം അല്ലെങ്കിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം വിവാദമുണ്ടാക്കുകയും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് എന്താണെങ്കിലും ഹൈദരാബാദിൽ നിന്നും ആ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയയ്ക്ക് അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ച് ശസ്ത്രക്രിയ പുനരാരംഭിച്ച ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി അതിനെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാതെ പക്ഷേ അർപ്പണബോധമുള്ള അഴിമതി തീണ്ടാത്ത ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ പ്രതികരണം അത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണോ എന്നറിയില്ല. പക്ഷേ രാജ്യത്തെ ഏറ്റവും നല്ല ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനത്തിനെ അത് മോശമായ രീതിയിൽ ഈ ഒരു പ്രതികരണത്തോടുകൂടി തന്നെ ചിത്രീകരിച്ചേക്കാം. ആ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി. അതുകൊണ്ട് ജാഗ്രത വേണം. ആ രീതിയിലുള്ളൊരു മുന്നറിയിപ്പും ജാഗ്രതയും നൽകുന്ന പ്രതികരണം കൂടിയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ നടത്തിയത്. അതിന് മറുപടി എന്നോണം ഡോക്ടർ ഹാരിസ് കൂടി അതിന് മറുപടി നൽകിയിട്ടുണ്ട്. തൻ്റെ പ്രതികരണം, അതായത് അദ്ദേഹം നൽകിയ പ്രതികരണം വൈകാരികമാണെങ്കിലും താൻ തുറന്നു പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരായ രോഗികൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന ബുദ്ധികൾ കണ്ടുള്ള വേദനയാണ് തൻ്റെ പ്രതികരണം. അതുകൊണ്ട് തൻ്റെ വേദനയെ മറ്റൊരു രീതിയിൽ കാണരുത്, അതിനെ ആ രീതിയിൽ തന്നെ പ്രതികരണത്തെ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തോളം അദ്ദേഹം നേരത്തെയും പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുൻപേ തന്നെ അദ്ദേഹം അത് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനോട് തന്നെ ഈ വിവരം അറിയിച്ചിരുന്നു. ഒരു മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ ഇല്ല. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ അദ്ദേഹം കയറിയിറങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടോട് ഇപ്പോൾ ആരോഗ്യമന്ത്രി നേരത്തെ ഇതിന് നൽകിയ മറുപടിയിൽ പറഞ്ഞിരുന്നത് ഡോക്ടറെ തള്ളാതെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയം ഇതേ നിലയിൽ ഉയർത്തിയ ഡോക്ടറെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ
ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ല മുഖ്യമന്ത്രി ഈ ആദ്യ പ്രതികരണത്തിൽ തന്നെ പറയുന്നത്. അത് ശത്രുക്കൾ ഇതിനെയൊക്കെ എതിർക്കാൻ നിൽക്കുന്നവരുടെ കയ്യിൽ ഒരു ആയുധം കൊടുത്തു എന്ന മട്ടിലുള്ള വലിയ വിമർശനമാണല്ലോ ഉയർത്തുന്നത്. അതെ വിജയകുമാർ, അതായത് ശത്രുക്കൾക്ക് മുൻപിൽ, അതായത് കേരളത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കേന്ദ്രീകരിച്ചുള്ള വലിയ പ്രചരണം, നല്ല രീതിയിലുള്ള പ്രചരണം നടക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണം നടത്തുന്നതിനിടയിലാണ് ഈ രീതിയിൽ സംസ്ഥാനത്ത് തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതിനുള്ളിലെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ശത്രുക്കളുടെ കയ്യിലേക്കുള്ള ആയുധമായി പോയി. ഈ ഉദ്യോഗസ്ഥൻ കറ പുരളാത്ത ഉദ്യോഗസ്ഥനാണ്, അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അത് മറ്റു രാഷ്ട്രീയ തൻ്റെ എതിരാളികൾക്കുള്ള ഒരു ആയുധമായി മാറി. അതുകൊണ്ട് തന്നെ ഇതിന് പ്രതികരണത്തിലും ഡോക്ടർ പറയുന്നുണ്ട്, താൻ എന്തെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതികരണമല്ല, സ്വാഭാവികമായി തനിക്കുണ്ടായ ഒരു പ്രതികരണമാണ്. അതിൽ മറ്റ് രാഷ്ട്രീയം ഇല്ല, രാഷ്ട്രീയ വിധേയത്വം അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടിയിട്ട് കൊടുത്തൊരു വാർത്തയാണ് എന്ന രീതിയിൽ അതിനെ ചിത്രീകരിക്കരുത്. ഇത് സാധാരണക്കാർക്കുണ്ടായ അനുഭവമാണ്. എന്താണെങ്കിൽ താൻ കൊടുത്ത ഒരു പ്രതികരണം കൊണ്ട് അതിന് ഫലപ്രാപ്തി ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഒരു പ്രതികരണം താൻ നടത്തിയില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല, ഉപകരണങ്ങൾ വരികയോ ശസ്ത്രക്രിയ ആരംഭിക്കുകയോ ചെയ്തില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് തുറന്ന്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് തുറന്നു പറയുന്നത് ശരിയാണോ എന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വിജയകുമാർ. യെസ്, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിൽ ഫലം കണ്ടിട്ടുണ്ട്. അവിടെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മുടങ്ങിയ ശസ്ത്രക്രിയകൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ശസ്ത്രക്രിയകൾ അതിനുവേണ്ട ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടാണ് ശസ്ത്രക്രിയ ഇന്ന് പുനരാരംഭിച്ചിരിക്കുന്നത്. അതേസമയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാറിനെ മാറ്റിയേക്കുമെന്ന സൂചനകളുമുണ്ട്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി ഇന്ന് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. യൂറോളജി വിഭാഗം മേധാവിയുടെ പരസ്യ പ്രതികരണവും തുടർ വിവാദവും വേണ്ടിവന്നു പ്രശ്നപരിഹാരത്തിന്. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു. ഇതോടെ യൂറോളജി വിഭാഗത്തിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. അതേസമയം സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാറിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി. ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGM-CTA പ്രതിഷേധധർണ സംഘടിപ്പിച്ചു. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ മാർച്ച്. വയനാട് മാനന്തവാടി, പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാസം കഴിഞ്ഞ് ഇതൊക്കെ നേരെയാക്കാൻ ആൺകുട്ടികൾ ഈ നാട്ടിൽ വരുമെന്നുള്ള സംശയമില്ല. പക്ഷെ ആ 8 മാസത്തേക്ക് കൂടി ജനങ്ങളെ ഇത് അനുഭവിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അല്പസമയം മുമ്പ് വന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഈ വാർത്താമഴ കടക്കുന്നത്. ഡാർക്ക് വെബ് വഴി ലഹരി കച്ചവടം നടത്തുന്ന വലിയൊരു ശൃംഖലയെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇന്ന് തകർത്തിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. മൂവാറ്റുപുഴ സ്വദേശി എഡിസനെ NCBയുടെ കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ മുഖ്യ ഇടനിലക്കാരനാണ് എന്ന് NCB കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ആൻമരിയ, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഈ എഡിസൺ ഒരു ഇടനിലക്കാരനാണ്. അയാളെ കൂടാതെ വലിയ കണ്ണികൾ ഈ ലഹരി ശൃംഖലയിലൊക്കെ ഉണ്ടാകും. അവരെക്കുറിച്ചുള്ള വിവരങ്ങളും NCBക്ക് കിട്ടിയിട്ടുണ്ടോ? വിജയകുമാർ, തീർച്ചയായിട്ടും ഏകദേശം ഒരു 6 മാസമായിട്ട് NCB നടത്തുന്ന അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യ കണ്ണിയിലേക്ക് ഈ കേസ് എത്തുന്നത്. അതായത് ഈ ഡാർക്ക് വെബിലൂടെ നേരത്തെ തന്നെ ലഹരി കച്ചവടം നടത്തുന്നു എന്നൊക്കെ നേരത്തെ മുതൽ തന്നെ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ആദ്യ അറസ്റ്റ് നടക്കുന്നത് മഹാരാഷ്ട്രയിലടക്കം ഇതിന്റെ ആദ്യത്തെ അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അത് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള എഡിസണിലേക്ക് ഈ ഒരു കേസ് എത്തി നിൽക്കുന്നത്. അത് മുഖ്യ കണ്ണിയാണ് ഈ എഡിസൺ എന്ന് പറയുന്ന വ്യക്തി. ഏകദേശം ഒരു 2 വർഷമായിട്ട്
ഡാർക്ക് വെബിലൂടെ ഈ കച്ചവടം നടത്തുന്നു, ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്നു എന്നാണ് NCB കണ്ടെത്തിയിരിക്കുന്നത്. 6 മാസമായിട്ട് NCB നടത്തുന്ന അന്വേഷണത്തിനൊടുവിലാണ് കൃത്യമായിട്ടുള്ള തെളിവുകളിലൂടെ ഈ എഡിസണിലേക്ക് എത്തുന്നത്. ഇയാളുടെ വീട്ടിൽ നിന്ന് ഇന്ന് നടത്തിയ പരിശോധനയിൽ NCB കണ്ടെത്തിയിരിക്കുന്നത് 1127 LSD സ്റ്റാമ്പുകളും 131.36 ഗ്രാം കെറ്റാമിനും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ 70 ലക്ഷം രൂപ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസിയും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ട്രാൻസാക്ഷനുകളൊക്കെ നടക്കുന്നത് ക്രിപ്റ്റോയുടെ മറവിലാണ് ട്രാൻസാക്ഷനുകൾ നടക്കുന്നത്. അത് മാത്രമല്ല, ഇടപാട് ഡാർക്ക് വെബിലായതുകൊണ്ട് തന്നെ ഇടപാടുകാരും കച്ചവടക്കാരും തമ്മിൽ പരസ്പരം അറിയുകയുമില്ല. അത് മാത്രമല്ല, ഡാർക്ക് വെബിലെ മേൽവിലാസമില്ലാത്ത ഐഡികളായിരിക്കും ഈ ഡീൽ സംസാരിക്കുന്ന ഇടമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ NCBക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പരിമിതികളുണ്ടായിരുന്നു, പ്രതിയിലേക്ക് എത്തുന്നതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള അന്വേഷണം, അത് 6 മാസം നീണ്ട രഹസ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള എഡിസണിലേക്ക് എത്തുന്നത്. ഡാർക്ക് വെബ് വഴി ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിരിക്കുന്നത് ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പനകൾ നടത്തുന്നതും. രാജ്യത്താകെ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പാഴ്സൽ വഴി ഒരു ലഹരി വിൽപ്പന നടക്കുന്നു. അത് ഞെട്ടിക്കുന്നതാണ്. അത് കേരളത്തിലേക്ക് എത്തിക്കുന്നത് അതിലും വലുതായിട്ട് ഞെട്ടിക്കുന്നത് അത് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള എഡിസൺ ആണ്. എഡിസൺ എന്ന് പറയുന്നത് അത് മുഖ്യ കണ്ണിയാണ്. ഇതിന്റെ പിന്നിൽ മറ്റുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് പിടിയിലാകാനുള്ളത് എന്ന് NCB തന്നെ കണ്ടെത്തും. ഈ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. വിജയകുമാർ. യെസ്, കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഇയാൾ NCBയുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അയാളിലേക്ക് ഒടുവിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ ശൃംഖലയാണ് ഇപ്പോൾ, അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ തീരുന്നതല്ല. ഒരുപക്ഷെ അതിൻ്റെ വേരുകൾ രാജ്യത്ത് ആകെ ഉണ്ടാകും. അതിലേക്ക് NCBക്ക് എത്താൻ കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേറ്റു. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തായിരുന്നു ആ ചുമതലയേൽക്കൽ ചടങ്ങ് നടന്നത്. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പുതിയ പോലീസ് മേധാവി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും വിടുതൽ അനുമതി ലഭിച്ചതിനു പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത്. രാവിലെ 7 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ADGPമാർ ചേർന്ന് റവാഡ ചന്ദ്രശേഖറെ സ്വീകരിച്ചു. പിന്നാലെ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP H വെങ്കടേഷിൽ നിന്ന് അധികാരമേറ്റെടുത്തു. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചുമതലയേറ്റ ശേഷം റവാഡ ചന്ദ്രശേഖർ. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. ചുമതല ഏറ്റെടുത്ത ശേഷം പുതിയ പോലീസ് മേധാവി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകനല്ലാത്തയൊരാൾ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് കടലാസുകളുമായി ചെന്ന് പരാതി ഉന്നയിച്ചു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് DGPയോട് ചോദ്യങ്ങൾ ഉയർത്തിയത്. അതേസമയം കണ്ണൂരിലെത്തിയ റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂരിൽ സർക്കാരിന്റെ മേഖലാ അവലോകന യോഗത്തിലും പുതിയ പോലീസ് മേധാവി പങ്കെടുത്തു. 24 തിരുവനന്തപുരം, കണ്ണൂർ. പുതിയ പോലീസ് മേധാവിയുടെ നിയമനത്തെ CPM സംസ്ഥാന സെക്രട്ടറി മുതൽ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വരെയുള്ളവർ ന്യായീകരിക്കുകയാണ്. പക്ഷേ ഈ നിയമനം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള BJPയും CPM തമ്മിലുള്ള രഹസ്യ ധാരണയുടെ ഭാഗമെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു. കൂത്തുപറമ്പ് സംഭവത്തെപ്പറ്റി നോ കമന്റ്സ് എന്നാണ് പുതിയ DGPയുടെ ആദ്യ പ്രതികരണം. കൂത്തുപറമ്പ് വെടിവെപ്പിന് പിന്നാലെ CPIM പ്രതിസ്ഥാനത്ത് നിർത്തിയ റവാഡ ചന്ദ്രശേഖറെ പോലീസ് മേധാവിയാക്കിയതോടെ അതിനെ ന്യായീകരിക്കാനുള്ള മത്സരത്തിലാണ് CPIM നേതാക്കൾ. വ്യക്താക്കളല്ലേ ഇവരല്ലേ അന്ന് കൊന്നത്, അല്ലാണ്ട് രവാഡ ചന്ദ്രശേഖരന് പോലെ ആരുമല്ലോ കൊന്നത്. നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ P. ജയരാജൻ നിശബ്ദത പാലിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി മുതൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വരെ ന്യായീകരണവുമായി രംഗത്തെത്തി. ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും രവാഡ ചന്ദ്രശേഖരൻ 2 ദിവസം മുമ്പ് ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കി നേരെ സർവീസിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് നേരെ അവിടെ വന്നു. എന്നിട്ട് ഈ സംഭവത്തിന് ആകെ നേതൃത്വം നൽകി കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങ് വെടിവെച്ചു എന്ന് പറയുന്ന പോലെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് വസ്തുതയാണ്.
പ്രതിപക്ഷമാകട്ടെ പോലീസ് മേധാവി നിയമനത്തിൽ കേന്ദ്ര സർക്കാരുമായി ധാരണയെന്നാരോപിക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ DGP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചേരിതിരിഞ്ഞ് ആരോപണ യുദ്ധം മുറുകുമ്പോൾ റവാഡ ചന്ദ്രശേഖർ വിവാദ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം സർക്കാർ കാര്യമെന്നായിരുന്നു CPIയുടെ പ്രതികരണം. ന്യായീകരണങ്ങൾ പലത് നിരത്തിയാലും കൂത്തുപറമ്പ് വെടിവെപ്പിനെ വൈകാരികമായി കാണുന്ന CPIM അണികൾക്ക് നിയമനം ബോധ്യമാകാൻ നേതൃത്വത്തിന് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തലിന് ഇടപെട്ടുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ആവർത്തിച്ച് നിരാകരിക്കുകയാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഇന്ത്യയെ സംബന്ധിച്ച് വെടിനിർത്തലവും വ്യാപാരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഡോക്ടർ ജയശങ്കർ വിശദീകരിച്ചു. വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുവെന്ന വാദം എസ് ജയശങ്കർ വീണ്ടും തള്ളി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഫോണിൽ സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം താനുമുണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വെടിനിർത്തലും വ്യാപാരവുമായി യാതൊരു ബന്ധവുമില്ല. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കനത്ത ആക്രമണമുണ്ടാകുമെന്ന് വാൻസ് പറഞ്ഞു. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി മറുപടി നൽകി. കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്രോതസ് ടൂറിസമാണ്. ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണമെന്നും എസ് ജയശങ്കർ. ഐക്യരാഷ്ട്ര സംഘടനാ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പരാമർശം. UN രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ എത്തുന്നതിന് മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. 24 ഡൽഹി. ദക്ഷിണേന്ത്യയിലെ നിരവധി സ്ഫോടന പരമ്പരകളുടെ സൂത്രധാരനായ അബൂബക്കർ സിദ്ദിഖ് ഒടുവിൽ പിടിയിലായിരിക്കുകയാണ്. ആന്ധ്രയിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഇയാളെ തമിഴ്നാട് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. ഇയാളോടൊപ്പം മുഹമ്മദ് അലി എന്നൊരാളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 1999 ബംഗളൂരു സ്ഫോടനത്തിൽ ഉൾപ്പെടെ പ്രതിയാണ് ഈ പിടിയിലായ അബൂബക്കർ സിദ്ദിഖ്. പത്തനംതിട്ട കോന്നി വയക്കരയിൽ കാട്ടാന പാഞ്ഞെടുത്തതിനെ തുടർന്ന് 8 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ദൗത്യത്തിനിടെയാണ് ഈ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. മലപ്പുറം വഴിക്കടവിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുമുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പത്തനംതിട്ട കുമരംപേരൂർ വയക്കര വനമേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. തുരത്താനുള്ള ദൗത്യത്തിനിടെ കാട്ടാനക്കൂട്ടം വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. 8 വനംവകുപ്പ് ജീവനക്കാർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ ഉൾക്കാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാകാതെ പ്രദേശത്ത് തുടരുകയാണ്. മലപ്പുറം വഴിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിന് നേരെയും കാട്ടാന ആക്രമണമുണ്ടായി. കാലിന് പരിക്കേറ്റ സതീശനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ സതീശനെ വനത്തിൽ നിന്ന് ചുമന്നും ചങ്ങാടത്തിൽ പുഴ കടത്തിയും ഏറെ ബുദ്ധിമുട്ടിയാണ് വാഹന സൗകര്യമുള്ളയിടത്തേക്ക് എത്തിച്ചത്. അട്ടപ്പാടി പൊമ്മിയാമ്പടിയിൽ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാന വീട്ടുവളപ്പിലേക്ക് പ്രവേശിക്കുന്ന CCTV ദൃശ്യങ്ങളും 24 ലഭിച്ചു. പൊമ്മിയാമ്പടി സ്വദേശി ഹരീഷിന്റെ വീട്ടിലെ കൃഷിയടക്കം നശിപ്പിച്ചാണ് കാട്ടാന മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് 24. തെലങ്കാനയിലെ മരുന്ന് നിർമ്മാണ ഫാക്ടറിയിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ മരണം 44 എന്നൊരു പ്രധാന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട 17 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഈ ദുരന്ത മേഖല ഇന്ന് സന്ദർശിച്ചു. ഇന്നലെ പുലർച്ചെയുണ്ടായ അപകടത്തിൽ ആകെ 44 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയും ഉച്ചയ്ക്കുമായി പുറത്തെടുത്ത മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. അയൽ സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചവരിലധികവും. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. 17 പേരെ ഇനിയും കണ്ടെത്താനുള്ളതിനാൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 143 തൊഴിലാളികളായിരുന്നു അപകടസ്ഥലത്തുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകടത്തിൽ സർക്കാർ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. 24 ചെന്നൈ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ ഡോക്ടർ തിരികെ എത്തുകയായിരുന്നു. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, അവിടുത്തെ പ്രതിഷേധം അവസാനിച്ചോ? എന്തൊക്കെ തുടർ നടപടികൾ ഉണ്ടാകും ഈ വിഷയത്തിൽ?
വിജയകുമാർ, നിലവിൽ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. 7 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. മധൂർ ശിരിബാഗിലൂർ സ്വദേശി ചെന്നിയപ്പയുടെ മൃതദേഹം 8 മണിക്കൂറായി മോർച്ചറിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ പ്രതിഷേധമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഇതാ ഡോക്ടർ തിരിച്ചെത്തിയിരിക്കുന്നു. ഉടൻ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ആ ഉറപ്പിനെ തുടർന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചിരിക്കുന്നത്. ഇത് 3ാം തവണയാണ് സംസ്ഥാനത്തെ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി. ഇവിടെ പോസ്റ്റ്മോർട്ടം മുടങ്ങുന്നത് 3ാം തവണയാണ്. ഡോക്ടർമാർ ഇല്ല എന്നൊരു നിസ്സഹായ നിലപാടാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ. സൂപ്രണ്ടും DM ഒക്കെ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നിയമനം നടക്കാത്തതെന്ന് പ്രതിഷേധക്കാർ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അതിന്റെ ഒരു താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. ഡോക്ടർ തിരിച്ചെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണം, അതായത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജയകുമാർ, അരുൺ, ഇത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമല്ലേ? പോയ ഡോക്ടർ തിരികെ വന്നു എന്നത് അടിസ്ഥാനപരമായി അവിടെ ഡോക്ടർമാരെ നിയമിക്കുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ. അതിനെന്തെങ്കിലും ഒരു പരിഹാരം, അതിന് സാധ്യത എന്തെങ്കിലും ഉണ്ടോ ഈ പ്രതിഷേധത്തിനും ഈ ഇടപെടലിനും ഒക്കെ പിന്നാലെ? വിജയകുമാർ, ഈ ഡോക്ടർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ അതായത് ഡോക്ടർമാരുടെ ഒരു പട്ടിക അത് നൽകിയെന്നാണ് നേരത്തെ DMO ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. ഈ ഡോക്ടർമാരാണ് ഈ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി വേണ്ടത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരാൾ മാത്രമാണുള്ളത്. 2 ആഴ്ച മുൻപും ഇതേ സമാനമായ രീതിയിലുള്ള പരാതി ഉണ്ടായിരുന്നു. അന്ന് DM സൂപ്രണ്ടും ഉൾപ്പെടെ പറയുന്നത് 2 പേരുണ്ടായിരുന്നു, അദ്ദേഹം സ്ഥലമായി പോയി എന്നാണ്. പകരം നിയമനം നടക്കുന്നില്ല. പകരം നിയമനത്തിന് വേണ്ടിയുള്ള ശുപാർശയൊക്കെ തന്നെ ഇവിടെ നിന്ന് DMO ഉൾപ്പെടെയുള്ള ആളുകൾ ആരോഗ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നായിരുന്നു ഇവരുടെ ഒരു പരാതി ഉണ്ടായിരുന്നത്. എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ പല തവണയായി, ഇപ്പോൾ 3 തവണ പോസ്റ്റ്മോർട്ടം മുടങ്ങി, പല തവണയായി പോസ്റ്റ്മോർട്ടം ഇങ്ങനെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. 36 ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് കാസർഗോഡ് ജില്ലയിൽ നിയമിച്ചിരുന്നു. പക്ഷേ അതിൽ 2 പേർ മാത്രമാണ് ചുമതലയേൽക്കാൻ തയ്യാറായതെന്ന വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ബാക്കി ആരും കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം വരുന്നുണ്ട്. എന്തായാലും അതിലൊക്കെ തന്നെ ഒരു അന്വേഷണം നടക്കും, വിശദമായ അന്വേഷണം നടക്കും. അതിൽ ആരെങ്കിലും ഇത്തരത്തിൽ പാളിച്ചകൾ ഉണ്ടായെങ്കിൽ, ജോലിയിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് VS-നെയും സന്ദർശിച്ചു. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് VS അച്യുതാനന്ദന്റെ ആരോഗ്യനില വിലയിരുത്തി. രക്തസമ്മർദ്ദം, ഹൃദയത്തിന്റെ പ്രവർത്തനം, അണുബാധ എന്നിവയിലാണ് ആശങ്ക. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ തുടരുന്ന ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെയും തീരുമാനം. ഇതനുസരിച്ച് ഡയാലിസിസ് പുനരാരംഭിച്ചു. അണുബാധ തടയാൻ ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി VS-നെ സന്ദർശിച്ചു. ഡയാലിസിസിൻ്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് ഇന്നും വീണ്ടും തുടരുന്നതാണ് അവരാലോചിക്കുന്ന കാര്യം. നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും VS-ൻ്റെ നിശ്ചയദാർഢ്യവും VS വ്യായാമമൊക്കെ ചെയ്ത് ഉറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നുമില്ലാത്ത ആരോഗ്യമാണ് VS-നുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. മന്ത്രിമാരായ P പ്രസാദ്, J ചിഞ്ചുറാണി എന്നിവരും ഇന്ന് VS-നെ കാണാനെത്തി. 24 തിരുവനന്തപുരം. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഗവർണറുടെ അധികാര പരിധിയും പദവിയുമായി ബന്ധപ്പെട്ട കോടതി വിധികളും വ്യക്തമാക്കുന്ന പാഠഭാഗങ്ങളുടെ കരട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി. അതിനിടെ ഗവർണറുടെ സുരക്ഷയ്ക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റിയതിൽ രാജ്ഭവൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. സംസ്ഥാനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരപരിധി, ചുമതലകൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾ തയ്യാറായി. 10ാം ക്ലാസ് സാമൂഹ്യ പാഠപുസ്തകത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഭാഗത്താണ് ഗവർണറെക്കുറിച്ച് പറയുന്നത്. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശമനുസരിച്ചാകണമെന്ന് ഇതിൽ പറയുന്നു. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള സമീപകാല കോടതി വിധികളും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി. പാഠപുസ്തകത്തിന്റെ 2ാം ഭാഗത്തിന് അംഗീകാരം നൽകാൻ കരിക്കുലം കമ്മിറ്റി വെള്ളിയാഴ്ച ചേരും.
കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ചാൽ ഈ അക്കാദമിക് വർഷം തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഗവർണറെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പഠിക്കും. ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റിയതുള്ള അതൃപ്തി രാജ്ഭവൻ നേരിട്ട് സർക്കാരിനെ അറിയിച്ചേക്കും. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കിയതെന്നാണ് സർക്കാർ വാദം. 24 തിരുവനന്തപുരം. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. ജൂഡ് ആന്റണി ജോസഫിന്റെ തുടക്കം എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസിന്റെ 37ാം സിനിമയിലാണ് വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. മകൾ സിനിമയിലേക്ക് എന്ന സർപ്രൈസ് പുറത്തുവിട്ടത് മോഹൻലാൽ തന്നെയാണ്. വൈകുന്നേരം 5 മണിക്ക് ഫേസ്ബുക്കിലൂടെ തുടക്കം എന്ന സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പങ്കുവച്ചു. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സിനിമയുമായുള്ള പ്രണയബന്ധത്തിന്റെ ആദ്യ കാൽവയ്പ് എന്നായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മകളുടെ ആദ്യ സിനിമ വിശ്വാസത്തോടെ തന്നെ ഏൽപ്പിച്ച ലാലേട്ടനെയും സുജിച്ചേച്ചിയെയും നിരാശപ്പെടുത്തില്ലെന്ന് ജൂഡ് ആന്റണി ജോസഫിന്റെ ഉറപ്പ്. അവകാശവാദങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു സിനിമയായിരിക്കുമെന്നും സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത് സിനിമയാണ് തുടക്കം. പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. ആശീർവാദിന്റെ ബാനറിൽ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളിൽ ഒരെണ്ണമൊഴികെ മറ്റെല്ലാം മോഹൻലാൽ നായകനായവയാണ്. പ്രണവ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച ആദ്യമാണ് മറ്റൊരു ചിത്രം. അതിലും മോഹൻലാലിന്റെ അതിഥിവേഷമുണ്ടായിരുന്നു. തുടക്കം എന്ന സിനിമയിലെ മറ്റ് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ആരെന്ന ചർച്ച സമൂഹമാധ്യമങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ശിവഗംഗ കസ്റ്റഡി മരണക്കേസ് CBIക്ക് കൈമാറിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. നേരത്തെ ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് സർക്കാർ കൈമാറിയത്. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനമേറ്റതിനു പിന്നാലെയാണ് MK സ്റ്റാലിൻ സർക്കാരിന്റെ നീക്കം. കേസ് CBIക്ക് കൈമാറിയതായും അന്വേഷണത്തോട് സർക്കാർ പൂർണ്ണമായി സഹകരിക്കുമെന്നും MK സ്റ്റാലിൻ. മരിച്ച അജിത് കുമാറിന്റെ വീട്ടുകാരോട് സ്റ്റാലിൻ ഫോണിൽ സംസാരിച്ചു. സംഭവത്തിൽ പോലീസിന്റെയും സർക്കാരിന്റെയും സകല പ്രതിരോധങ്ങളെയും തകർത്തത് വഴിപോക്കനായ യുവാവ് പകർത്തിയ ഈ ദൃശ്യങ്ങളാണ്. അജിത് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ആളൊഴിഞ്ഞ മൈതാനത്ത് വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. 30-ലധികം പാടുകളാണ് ദേഹത്തുള്ളതെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. അജിത്തിന്റെ മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലും പോലീസ് മുളകുപൊടി തേച്ചു. പോലീസ് സ്പോൺസേഡ് കുറ്റകൃത്യമാണെന്നും വാടക കൊലയാളികൾ പോലും ഒരാളെ ഇങ്ങനെ മർദ്ദിക്കില്ലെന്നും കോടതി വിമർശിച്ചു. ജില്ലാ ജഡ്ജി ജോൺ സുന്ദർലാൽ സുരേഷിനാണ് കോടതി ഏർപ്പെടുത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ചുമതല. മോഷണം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്ഷേത്രത്തിലെ CCTV DVR പോലീസ് കൊണ്ടുപോയെന്ന ക്ഷേത്ര ഭാരവാഹി കോടതിയിൽ പറഞ്ഞു. എന്നാൽ പോലീസ് പിടിച്ചെടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇതില്ല. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസിൽ അറസ്റ്റിലായ 5 പോലീസുകാരെ മധുരൈ ജയിലിലേക്ക് മാറ്റി. ശിവഗംഗ SP ആശിഷ് റാവത്തിനെ ചുമതലയിൽ നിന്ന് നീക്കി. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദ ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. നാട്ടുകൽ CI B ഹബീബുള്ളയാണ് സൈബർ പോലീസിലേക്ക് മാറ്റിയത്. കേസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ആശിർ നന്ദയുടെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത നാട്ടുകൽ പോലീസ് പക്ഷേ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന ആരെയും പ്രതി ചേർത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനായ CI ഹബീബുള്ളക്കെതിരെ ഗുരുതരാരോപണങ്ങൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിരുന്നു. FIRലെ പിഴവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. 4 ദിവസം മുൻപ് ഇറങ്ങിയ ഉത്തരവിലാണ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI ഹബീബുള്ളയെ പാലക്കാട് ജില്ലാ സൈബർ പോലീസിലേക്ക് സ്ഥലം മാറ്റിയത്. ഹബീബുള്ളക്കെതിരെ നേരത്തെ മണ്ണാർക്കാട്ടെ ഒരു വനിതാ അഭിഭാഷകയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപമാനിച്ചുവെന്ന പരാതിയുണ്ടായിരുന്നു. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് KSU നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സമരത്തെ തുടർന്ന് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതവും സ്തംഭിച്ചു. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പാലക്കാട്. വയനാട് സുൽത്താൻ ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിൽ വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം നടപടികൾ തുടങ്ങി. പ്രതിക്കായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കസ്റ്റഡിയിലുള്ള 2 പ്രതികളുമായി തെളിവെടുപ്പ് തുടരുകയാണ്.
1.5 വർഷം മുമ്പ് കോഴിക്കോട് മായനാട് നിന്ന് കാണാതായ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യപ്രതി നൌഷാദ് വിദേശത്തേക്ക് കടന്നിരുന്നു. നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. വൈകാതെ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ വള്ളുവാടി കിടങ്ങനാട് സ്വദേശി അജേഷ്, നെന്മേനി പാലാക്കുനി സ്വദേശി ജ്യോതിഷ് എന്നിവരുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതികൾ ഒളിപ്പിച്ച ഹേമചന്ദ്രന്റെ 2 മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. മൈസൂരു ബംഗളൂരു റൂട്ടിൽ റോഡരികിലെ കാട് മൂടിയ സ്ഥലത്തെ പാറകൾക്കിടയിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷം അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ ഈ ഫോണുകൾ വൈത്തിരി, ചേരമ്പാടി, മൈസൂരു, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ എത്തിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധനാ ഫലം ലഭിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ചിട്ടി നടത്തിയിരുന്ന ഹേമചന്ദ്രൻ നൌഷാദിന് 3 ലക്ഷം രൂപ നൽകാനുണ്ടായിരുന്നു. ഇത് നൽകാതായതോടെ നൌഷാദും സംഘവും ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നാണ് കേസ്. 24 കോഴിക്കോട്. തമിഴ്നാട് കോയമ്പത്തൂരിൽ മാൻ ആണെന്ന് കരുതി യുവാവിനെ വെടിവെച്ചു കൊന്നു. ബന്ധുക്കളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. സുരണ്ടൈമല സ്വദേശി രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. വൈകിട്ടോടുകൂടി മുരുകേശനും പാപ്പയ്യയും കൂടി സഞ്ജിത്തിന്റെ വീട്ടിലേക്കെത്തി. പതിവ് പോലെ മദ്യപിച്ചു. അതിനുശേഷം മൂവർക്കും മാൻവേട്ടയ്ക്കിറങ്ങണമെന്ന് ഒരാഗ്രഹം തോന്നി. അങ്ങനെ പില്ലൂർ അണക്കെട്ടിന് സമീപം അത്തിക്കടവ് വനമേഖലയിലേക്ക് നാടൻ തോക്കുകളുമായി മൂവരും യാത്രയായി. അങ്ങനെ മൂവരും വേട്ടയാരംഭിച്ചു. പെട്ടെന്ന് കാടിനിടയിൽ എന്തോ അനങ്ങുന്നതായി പാപ്പയ്യന് തോന്നി. മാനാണെന്ന് കരുതി പെട്ടെന്ന് വെടിവെച്ചു. പക്ഷേ വെടികൊണ്ടതാകട്ടെ സഞ്ജിത്തിനും. സഞ്ജിത്തിന് വെടികൊണ്ടതറിഞ്ഞ മറ്റു 2 പേരും പെട്ടെന്നു തന്നെ കടന്നു കളഞ്ഞു. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. പിന്നീട് അന്വേഷണം ആരംഭിച്ചു. ഒളിവിലായിരുന്ന 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അബദ്ധവശാലുണ്ടായ അപകടമാണെന്നും അങ്ങനെയാണ് സഞ്ജിത്ത് കൊല്ലപ്പെട്ടതെന്നും മനസ്സിലായത്. പോലീസും ഏതാണ്ട് ഈ പ്രതികളുടെ വിശദീകരണത്തോട് ചേർന്നു നിൽക്കുന്ന നിഗമനത്തിലാണ് എത്തിയത്. എന്തായാലും 2 പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. ആലപ്പുഴ ചാരുമൂട്ടിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കിയെന്ന് പരാതി. വള്ളികുന്നം സ്വദേശി ശശിയാണ് മരിച്ചത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നെടുത്ത ലോണിന്റെ തിരിച്ചടവ് വൈകിയതിനെ തുടർന്ന് ഭീഷണി നേരിട്ടിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. മരുമകളുടെയും സഹോദരിയുടെയും പേരിലാണ് ഒരേ ധനകാര്യ സ്ഥാപനത്തിന്റെ 2 ബ്രാഞ്ചുകളിൽ നിന്ന് ശശി ലോൺ എടുത്തത്. 1.25 ലക്ഷം രൂപ. 672 രൂപയായിരുന്നു ആഴ്ചതോറുമുള്ള തിരിച്ചടവ്. 28 തിരിച്ചടവുകൾ കൃത്യമായി നൽകി. ഇതിന്റെ രേഖകളുമുണ്ട്. ാമത്തെ അടവ് 2 ദിവസം വൈകിയതിനാണ് 2 ബ്രാഞ്ചുകളിലെ ജീവനക്കാർ ശശിയുടെ വീട്ടിലെത്തിയതും ഭീഷണിപ്പെടുത്തിയതും. ശശിയെ വീടിന് പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചില്ല. സൈക്കിൾ തടഞ്ഞു വെച്ചു. പറയുന്നത് മരുമകൾ ആര്യയാണ്. അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം പുറത്തിയാട് ഫിനാൻസിന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അച്ഛൻ്റെ വളരെ മോശമായിട്ട് സംസാരിച്ചത്. ഇവർ വന്നു പോയതിനു ശേഷം അച്ഛൻ അന്ന് വീട്ടിൽ വന്നിട്ടില്ല. പിറ്റേന്ന് രാവിലെ വരുന്നത്. രാവിലെ വന്നപ്പോഴാ പുറത്തിയാട് ഇന്ന് ആൾക്കാർ ഇവിടെ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ പുറത്തോട്ട് വിടുന്നില്ല. അച്ഛൻ്റെ സൈക്കിളൊക്കെ പിടിച്ചു വെച്ചിരുന്ന് അത് അവർ പോയതിനു ശേഷം വേറെ താമരക്കുളത്തിൽ നിന്ന് ഫിനാൻസുകാർ വരുന്നു. അവരും ഇതേപോലെ തന്നെ അച്ഛനോട് മോശമായിട്ട് സംസാരിക്കുകയും ബഹളമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. രാവിലെ എത്തിയ ജീവനക്കാർ വൈകുന്നേരത്തോടെയാണ് മടങ്ങിയത്. അപമാനഭാരവും മാനസിക സമ്മർദ്ദവും ശശിയെ അലട്ടിയിട്ടുണ്ടാവാം. അതൊക്കെയാവാം ഒരു മുഴം കയറിൽ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും യാതൊരു വിധത്തിലുള്ള ഭീഷണി മുഴക്കിയിട്ടില്ലെന്നും ധനകാര്യ സ്ഥാപനത്തിന്റെ കുറുത്തിക്കാട് ബ്രാഞ്ച് മാനേജർ പറയുന്നു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ താമരക്കുളം ബ്രാഞ്ചിന്റെ അധികൃതർ തയ്യാറായിട്ടില്ല. ആത്മഹത്യയ്ക്ക് പിന്നാലെ സ്ഥാപനം അടച്ചിടുകയും ചെയ്തു. ഇതൊക്കെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. കുടുംബത്തിന്റെ പരാതിയിൽ വള്ളികുന്നം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്വേഷണവും തുടങ്ങി.
ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം. എലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപ് പോര് മുറുകുകയാണ്. മസ്കിന്റെ കമ്പനികൾക്ക് നൽകിയിരുന്ന സബ്സിഡികൾ പരിശോധിക്കണമെന്ന് കാര്യക്ഷമതാ വകുപ്പിന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിവാദ ബില്ല് പാസ്സായാൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് മസ്കിന്റെ ഭീഷണി. ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ അവസാന വോട്ടെടുപ്പ് നടക്കുമ്പോഴാണ് ബില്ലിനെതിരെ എലോൺ മസ്ക് വീണ്ടും വിമർശനം ഉന്നയിച്ചത്. ഇതിനു പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ ഭീഷണി. ചെലവ് ചുരുക്കലിനായി പ്രചാരണം നടത്തിയവർ മാസങ്ങൾ കഴിയും മുൻപേ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടവർദ്ധനയ്ക്കിടയാക്കുന്ന ബില്ലിനെ അനുകൂലിച്ച് വോട്ടു ചെയ്യുന്നത് തരം താഴ്ന്ന പ്രവൃത്തിയാണ്. ബില്ല് പാസായാൽ അടുത്ത ദിവസം തന്നെ അമേരിക്ക പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും മസ്ക്. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ പിന്തുണയ്ക്കുന്നതിന് മുൻപേ വൈദ്യുത വാഹനങ്ങൾക്ക് താൻ എതിരായിരുന്നുവെന്ന് മസ്കിന് അറിയാമായിരുന്നു. മസ്കിന്റെ കമ്പനികൾക്ക് നൽകുന്ന വൻ തുക സബ്സിഡി ഇല്ലാതാക്കിയാൽ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും. സർക്കാർ കാര്യനിർവഹണ വകുപ്പായ ഡോജ് ഇതേക്കുറിച്ച് ചിന്തിക്കണമെന്നും ട്രംപ് പറഞ്ഞു. സബ്സിഡികൾ ഇല്ലെങ്കിൽ എലോൺ മസ്കിന് തിരികെ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമെന്നും ട്രംപ്. ജൂലൈ 4 മുൻപ് ബില്ല് നിയമമാക്കാൻ ലക്ഷ്യമിട്ട് തിരക്കിട്ട നീക്കത്തിലാണ് US സെനറ്റ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. യൂറോപ്പിൽ പല രാജ്യങ്ങളിലും കൊടും ചൂടാണ്. വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ താപനില ഉയർന്നതോടെ പല രാജ്യങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കൊടും ചൂടിൽ വലയുകയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും. സ്പെയിനിലും പോർച്ചുഗലിലും രേഖപ്പെടുത്തിയത് 46 ഡിഗ്രി സെൽഷ്യസ്. സ്പെയിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണിത്. ഫ്രാൻസും റോമും ഇറ്റലിയും ജർമ്മനിയും അത്യുഷ്ണത്തിന്റെ പിടിയിലാണ്. ഫ്രാൻസിൽ ചൂട് കൂടിയതിനെ തുടർന്ന് പാരീസിലെ ഈഫൽ ടവർ അടച്ചിട്ടു. 41 ഡിഗ്രി സെൽഷ്യസാണ് പ്രദേശത്തെ താപനില. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ കടൽത്തീരങ്ങളെയും സ്വിമ്മിംഗ് പൂളുകളെയും ആശ്രയിക്കുന്നവരുടെ തിരക്ക് വർദ്ധിച്ചു. പകൽ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് മിക്ക രാജ്യങ്ങളും വിലക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ട്രെയിനുകൾ സർവീസ് നിർത്തി. തുർക്കിയിൽ പടർന്നുപിടിച്ച കാട്ടുതീ നിയന്ത്രണ വിധേയമായില്ല. ഉഷ്ണക്കാറ്റും കാട്ടുതീയും രൂക്ഷമായ ഇസ്മിർ പ്രവിശ്യയിൽ നിന്ന് 50,000-ലേറെ പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. കണ്ണൂരിൽ വീട്ടിനകത്ത് കളിപ്പാട്ടത്തിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വീട്ടിനകത്ത് സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഒടുവിലിത കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ പോലും വിഷപ്പാമ്പുകൾ പതിയിരിക്കുകയാണ്. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് 8 അടി നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നോക്കിയപ്പോഴാണ് ശ്രീജിത്തിന്റെ മകൻ കളിക്കുന്ന ടോയ് കാറിന്റെ അടിയിൽ പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടി. മഴക്കാലമായതിനാൽ പാമ്പുകൾ കൂടുതലായി വീടുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചു. 24 കണ്ണൂർ. മാർക്ക് ഏകീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ കിം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനാണ് 1ാം റാങ്ക്. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം 2025 പ്രവേശന പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. എഞ്ചിനീയറിംഗിൽ മൂവാറ്റുപുഴ കല്ലൂർക്കാട് സ്വദേശി ജോൺ ഷിനോജ് 1ാം റാങ്ക് നേടി. 2ാം റാങ്ക് എറണാകുളം ചെറായി സ്വദേശി ഹരികിഷൻ ബൈജുവും 3ാം റാങ്ക് കോഴിക്കോട് കാക്കൂർ സ്വദേശി BN അക്ഷയ് ബിജുവും സ്വന്തമാക്കി. 1ാം റാങ്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ജോൺ ഷിനോജ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഇതൊക്കെ കാരണം ഞാൻ സ്റ്റേറ്റ് വരുന്നു. അപ്പോൾ 20ന്റെ അടുത്തൊക്കെയാണ് പ്രതീക്ഷിച്ചുള്ളൂ. എന്നാലും വളരെ സന്തോഷമുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പെൺകുട്ടികളിൽ സംസ്ഥാനത്ത് 1ാമതെത്തിയത് പൊതു റാങ്കിങ്ങിൽ 9ാം റാങ്ക് നേടിയ കൊല്ലം പെരുമ്പുഴ നികേതത്തിൽ ദിയ രൂപയാണ്. SC വിഭാഗത്തിൽ കാസർഗോഡ് നീലേശ്വരത്തെ ഹൃദിൻ S ബിജുവും ST വിഭാഗത്തിൽ കോട്ടയം മണാർക്കാട് കൊട്ടാരത്തിൽ KS ശബരിനാഥും 1ാം റാങ്ക് നേടി. 86,549 പേർ പരീക്ഷ എഴുതിയതിൽ 76,230 പേരാണ് എഞ്ചിനീയറിംഗിന് യോഗ്യത നേടിയത്. ഇതിൽ രേഖകൾ പരിശോധിച്ച ശേഷം 67,505 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ടോപ്പേഴ്സായി വന്ന എല്ലാ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നീതി കിട്ടാവുന്ന നിലയിൽ ഏറ്റവും ശാസ്ത്രീയമായ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സാണ് അവലംബിച്ചിട്ടുള്ളത്.
ബിഫാം പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് ആലപ്പുഴ പത്തിയൂർ സാരംഗത്തിൽ അനഘ അനിലിനാണ്. 2ാം റാങ്ക് കോട്ടയം ആർപ്പൂക്കര പുല്ലാട്ട് ഹൗസിൽ ഋഷികേഷ് ആർ ഷേണായിയും 3ാം റാങ്ക് മലപ്പുറം എളംകുളം മാടയിൽ ഹൗസിൽ ഫാത്തിമത്ത് സഹ്റയും നേടി. 27,841 പേരാണ് ഫാർമസി പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയത്. 24 കോഴിക്കോട്. കൊല്ലം ചിതറയിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ല് കണ്ടെത്തി. കുപ്പിച്ചില്ല് കൊണ്ട് തൊണ്ടയിൽ മുറിവുണ്ടായ കിളിത്തട്ട് സ്വദേശി സൂരജ് പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. പരാതിയെ തുടർന്ന് ചിതറ NR ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. ഇന്നലെ ഉച്ചയ്ക്കാണ് ചിതറ കിളിത്തട്ട് സ്വദേശിയും ചിതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനുമായ സൂരജ് 520 രൂപ നൽകി ചിതറയിലുള്ള NR ഹോട്ടലിൽ നിന്നും 4 ബിരിയാണി പൊതികൾ വാങ്ങിയത്. വീട്ടിലെത്തി ഗർഭിണിയായ ഭാര്യയും സഹോദരനുമടങ്ങുന്ന കുടുംബത്തോടൊപ്പം ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂരജിന്റെ ബിരിയാണിയിൽ കുപ്പിച്ചില്ല. ബിരിയാണിയിലെ കോഴിയിറച്ചിയുടെ എല്ലാണെന്ന് കരുതി വായിൽ തടഞ്ഞ കുപ്പിച്ചില്ല സൂരജ് കടിച്ചു പൊട്ടിച്ചു. വായയും തൊണ്ടയും മുറിഞ്ഞു. ഒടുവിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടിയും വന്നു. എൻ്റെ വൈഫ് 4 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞാനല്ല അവളാണിത് കഴിച്ചിരുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എല്ലാവർക്കും അറിയാം. ഈ ഹോട്ടലിന് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഹോട്ടലുകാർ പറയുന്നത് നമ്മളെന്തോ അവരോടുള്ള ശത്രുത കാരണം ചെയ്തതാണ്. നമ്മൾ ഈ ഹോട്ടലുമായിട്ട് മറ്റൊരു തരത്തിലുള്ള യാതൊരു ബന്ധവും ഇല്ല. ഹോട്ടലിനെതിരെ ചിതറ പോലീസിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും സൂരജ് പരാതി നൽകി. ബിരിയാണിയിൽ കുപ്പിച്ചില്ല് എങ്ങനെ വന്നുവെന്നറിയില്ലെന്ന് പറഞ്ഞ ഹോട്ടൽ ഉടമ കൈമലർത്തി. സൂരജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം NR ഹോട്ടലിൽ പരിശോധന നടത്തി. ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സ്ഥാപനത്തിൽ ന്യൂനതകൾ റെക്കോർഡ് ചെയ്ത് ഗവൺമെന്റ് ഓഫീസർക്കോട്ട് അയക്കും. കാരണം സ്ഥാപനം പഴയതായതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് കാർഡ് ഇല്ല. അങ്ങനത്തെ വലിയൊരു പ്രശ്നമുണ്ട്. സംഭവത്തിൽ ചിതറ പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും ചിക്കൻ ബിരിയാണി ചില്ലു ബിരിയാണിയായി മാറിയതിൽ പ്രതിഷേധം ശക്തമാണ്. ഭക്ഷണമൊരുക്കുമ്പോൾ പാചകക്കാർ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിതറയിലെ ഈ സംഭവം. സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.